ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിഗ് ലേണിംഗ്. ബിഗ് ലേണിങ്ങിൻ്റെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള സീരീസ് ഓഫ് വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതെല്ലാം കാണുന്നു, നിങ്ങൾക്കതെല്ലാം ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയുക, അതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കുക. മാക്സിമം ആ വീഡിയോസ് നിങ്ങളുടെ ലേണിങ്ങിന് വേണ്ടി ഉൾപ്പെടുത്തുക, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രിക്കൽ ആസ്പിറൻസിന് ഇപ്പോൾ ഒരു ഗോൾഡൻ ടൈമാണ്. ഇത് ഓൾറെഡി ബിഗ് ലേണിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ്, കുറച്ചൊരു ഹാൻഡ്ഫുൾ ഓഫ് എക്സാംസ് വന്നിട്ടുണ്ട്. നോർമലി സിവിലിന് ഇങ്ങനെ എക്സാംസ് വരാറുണ്ട്, ഇലക്ട്രിക്കലിന് റെയർ ഒക്കറൻസ് ആണ്. അതായത് ഒരു ടൈമിൽ മോർ ദാൻ 2 എക്സാംസ് ആസ്പിറൻസിന് അപ്പിയർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ വേറൊരു പ്രത്യേകത, മാസ് റിക്രൂട്ടേഴ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ RRB JE, അതൊരു മാസ് റിക്രൂട്ടറാണ് ഇലക്ട്രിക്കൽ ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ നാട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് KCB സബ് എഞ്ചിനീയർ, അതും നോട്ടിഫിക്കേഷൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഡിപ്ലോമ ലെവൽ ഹോൾഡേഴ്സിന് 3 എക്സാംസ് അവരുടെ കയ്യിലുണ്ട്. ഡിപ്ലോമ ഉള്ളിൽ മുകളിലോട്ടുള്ള ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന 3 എക്സാംസ്. 3ഉം അത്യാവശ്യം റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന എക്സാംസ് തന്നെയാണ്. ഓക്കെ, സോ ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ 3 എക്സാംസും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് 3 അഡ്വൈസ് മെമ്മോ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. എങ്ങനെ? അതിന് നമുക്കൊരു പ്ലാൻ വേണം. ഓരോ എക്സാം ബോഡിയെ മനസ്സിലാക്കി, എക്സാമിൻ്റെ ടൈം മനസ്സിലാക്കി, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ എത്ര സമയം കിട്ടുമെന്ന് മനസ്സിലാക്കി നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എക്സാമും ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം ഈ 3 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞതേ ഉള്ളൂ, സബ് എഞ്ചിനീയർ വന്നിട്ടില്ല. അപ്പോൾ ഇനി എക്സാമിനത്തേക്ക് നമുക്ക് കുറച്ച് സമയമുണ്ട്. നമുക്ക് എന്തായാലും ഒരു 3 to 4 months കിട്ടും. ഈ സമയത്തിൽ നമ്മൾക്ക് ഇതിൻ്റെ കോർ കോൺസെപ്റ്റ്സ്, ഒരു നോൺ ടെക്നിക്കൽ എക്സാമും ടെക്നിക്കൽ എക്സാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ടെക്നിക്കൽ എക്സാമിൻ്റെ കോർ കോൺസെപ്റ്റ്സ് ഒരിക്കലും മാറുന്നില്ല. ഓംസ് ലോ, അതൊക്കെ ലോസ് ആണ്, അതൊന്നും ഒരിക്കലും മാറില്ല. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള അസേർഷൻ ക്വസ്റ്റ്യൻസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇതൊന്നും ഒരിക്കലും മാറത്തില്ല. അപ്പോൾ ഏതൊരു എക്സാം എടുത്താലും ഈ ടൈപ്പ് ഈ ലോസ്, ഈ തിയറീസ് ഒന്നും ഒരിക്കലും മാറുന്നില്ല. ഇനി എക്സാം ബോഡി ഏതാന്ന് നോക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ഈ ലോയിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ളൊരു എഫേർട്ടും കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ ബേസിക് ലേണിംഗ് എന്ന് പറയുന്നത് 3 എക്സാമിനും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ഇതിൽ തന്നെ RRB എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് ഇംഗ്ലീഷും മാത്സും ജനറൽ അവയർനെസ്, റീസണിങ്, ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കണം. എന്നാലേ ക്വാളിഫയിങ് റൗണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള എക്സാമിനെ കുറിച്ചിട്ടുള്ള, ഓരോ എക്സാമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് അവയർനെസ് വീഡിയോസ് ബിഗ് ലേണിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അത് നിങ്ങൾ ഓരോ വീഡിയോസായിട്ട് നോക്കുക. ദെൻ ഈ ഓരോ എക്സാമിനെ കുറിച്ചുള്ള റിലവൻറ്റ് ഇൻഫർമേഷൻസ് ഇനിയും വീഡിയോസ് ആയിട്ട് വരും. അത് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ എക്സാമിൻ്റെ ഫീൽഡിലേക്ക് നമുക്ക് പോവാം. ഈ 3 എക്സാമിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് വരുന്ന സിലബസിൻ്റെ പോർഷൻസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇതിൽ 5 പോയിൻ്റ് ആണ് മാക്സിമം കൊടുത്തിരിക്കുന്നത്. 5 പോയിൻ്റ് ഉള്ള സബ്ജക്ട്സുകൾ 3 സബ്ജക്റ്റിന് റിലവൻ്റ് ആണ്. പക്ഷേ ചില സബ്ജക്റ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലൈക്ക് ഇലുമിനേഷൻ, ട്രാൻസ്മിഷൻ, പവർ ജനറേഷൻ, കൺട്രോൾ സിസ്റ്റം, വർക്ക്ഷോപ്പ് പ്രാക്ടീസ്, ഇതൊക്കെ ചില എക്സാംസിന് മാത്രമേ ഉള്ളൂ. മെയിൻലി പറയുകയാണെങ്കിൽ ഈ 4 പോയിൻറ്റ്സ് കോഴ്സ് ഉള്ളത് KPSCക്ക് മാത്രമുള്ളതാണ്, കേരള PSCയുടെ എക്സാമിന് മാത്രമുള്ളതാണ്. 5 പോയിൻ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് എക്സാമിനുള്ളതാണ്. ഇതിൽ 3 പോയിൻ്റ് വന്നേക്കുന്ന വർക്ക്ഷോപ്പ് പ്രാക്ടീസ്, അത് നോക്കുകയാണെങ്കിൽ അത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ എക്സാമിനുള്ള പോർഷൻസ് ആണ്. അത് ബാക്കിയുള്ള എക്സാമിന് അത്ര റിലവൻ്റ് അല്ല. ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമായിരിക്കും, പക്ഷേ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന് പ്രാധാന്യമുള്ള ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ ഈ സ്ലൈഡിൽ 5 പോയിൻറ്റ്സ് സ്കോർ വന്നേക്കുന്നത് ബേസിക് ഇലക്ട്രിക്കൽ, AC ഫണ്ടമെൻ്റൽസ്, തിയറംസ്, മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്, ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ്, ഇതൊക്കെയാണ് 5 പോയിൻറ്റ് സ്കോർ വന്നേക്കുന്നത്.
ഈ ഭാഗങ്ങൾ, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫസ്റ്റ് കോളം, ഈ ഭാഗങ്ങൾ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആക്കണം. എങ്ങനെ സ്ട്രോങ് ഏരിയ ആക്കാം? സ്ട്രോങ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ചോദ്യം ചോദിച്ചാലും ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് ലൂസ് ചെയ്യില്ല. അത്രയും കോൺഫിഡൻസ് ആ ഏരിയയിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോഴാണ് ആ സബ്ജക്ട്സ് നിങ്ങളുടെ സ്ട്രെങ്ത് ആവുന്നതും അത് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്ട്രോങ് ഏരിയ ആയിക്കഴിഞ്ഞാൽ ബാക്കി സിലബസിലുള്ള പോർഷൻസ് ടൈംലി നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ സിലബസിന് അഡീഷൻസ് ബിക്കോസ് നമ്മൾ സബ് എഞ്ചിനീയറിൻ്റെ സിലബസ് കണ്ടിട്ടില്ല, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ റിവൈസ്ഡ് സിലബസ് കണ്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഈ ടൈമിനുള്ളിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ 4.5 ഓൾസോ 5 സ്കോർ വരുന്ന ഏരിയാസ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് കുറച്ച് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ച് നോട്ട്സ് ഉണ്ടാക്കുന്ന പരിപാടിയല്ല. അത് ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിന് അത് വർക്കബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. MCQന് അതല്ല സ്ട്രാറ്റജി. MCQ പ്രിപ്പയർ ചെയ്യേണ്ടത് എത്ര തിയറി പഠിക്കുന്നോ അത്രയും തന്നെ നിങ്ങൾ MCQ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അത് വൺ ടൈം പ്രാക്ടീസ് അല്ല, ഡെയിലി, വീക്ക്ലി, മന്ത്ലി. അപ്പോഴാണ് ആ കോൺസെപ്റ്റ് നിങ്ങളുടെ തലയിൽ ഉറയ്ക്കുന്നത്. ഇനി ആ കോൺസെപ്റ്റ് ഉറച്ചാൽ മാത്രം പോരാ, അതിന്ന് ടൈപ്പ് ഓഫ് MCQs വരും. അസേർഷൻ ടൈപ്പ് വരും, റീസണിങ് ടൈപ്പ് വരും, സ്റ്റേറ്റ്മെൻറ്റ് വരും, മാച്ച് ദ ഫോളോയിങ് വരും. എങ്ങനെ വന്നാലും അത് എഴുതണമെങ്കിൽ അതിനൊരു പ്രാക്ടീസ് വേണം. അത് ഓൺ എ വീക്ക്ലി ബേസിസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ദാറ്റ് ഈസ് ആൻ എക്സാം സ്ട്രാറ്റജി. ഇപ്പോൾ കോമൺ കോർ സിലബസ് നോക്കുകയാണെങ്കിൽ 10 ടോപ്പിക്സ് ആണ്, 10 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ ആദ്യത്തെ 5 എണ്ണം ഇസ് കോമൺ ഫോർ ഓൾ ദ എക്സാമിനേഷൻ, 5 പോയിന്റ് ആൻഡ് വെരി റിലവൻറ്റ്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്തത് ഓരോ ടോപ്പിക്കിലും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈ പ്രയോറിറ്റി ഏരിയാസ് എന്ന് പറയും. സിലബസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കുമ്പോൾ സർക്യൂട്ട് തിയറി ആൻഡ് നെറ്റ്വർക്ക് അനാലിസിസ്, ആ ചാപ്റ്ററിൽ വരുന്ന ഹൈ പ്രയോറിറ്റി, അതായത് ഹൈലി റിവാർഡിങ്, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഏരിയയാണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഓരോ ചാപ്റ്ററിനും ഇതുപോലെ ഹൈലി റിവാർഡിങ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ മാർക്സ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്ട്സ്, മെഷീൻസ്, പവർ സിസ്റ്റം, അതിൻ്റെ കോൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഈ ഒരു സബ്ജക്റ്റിന് പറഞ്ഞുതരാം. അതിനനുസരിച്ച് ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ സ്ലൈഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ കാണാം. ഇപ്പോൾ ഫസ്റ്റ് സർക്യൂട്ട് തിയറി ആൻഡ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിലവൻ്റ് ആയിട്ടുള്ളത് ബേസിക് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ്, ഓംസ് ലോ, കിർഷോഫ്സ് ലോ, അതിൻ്റെ ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ലെവൽ, ന്യൂമറിക്കൽസ്, സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്സ്, ഇലക്ട്രിക്കൽ പവർ ആൻഡ് എനർജി, DC സർക്യൂട്ട്സ്. ഇനി തിയറംസ് വരികയാണെങ്കിൽ നെറ്റ്വർക്ക് റിഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർ ഡെൽറ്റ കൺവേർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുണ്ട്. മെഷ് ആൻഡ് നോഡൽ അനാലിസിസ് ചോദിച്ചിട്ടുണ്ട്. സൂപ്പർ പൊസിഷൻ, തെവനിൻ ആൻഡ് നോർട്ടൺ, മാക്സിമം പവർ ട്രാൻസ്ഫർ. ഇപ്പോൾ തിയറംസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഇത്ര അല്ല തിയറംസ്. റെസിപ്രോസിറ്റി, ടെലഗ്നൻസ്, മിൽമാൻസ്, ഇങ്ങനെ ഒത്തിരി തിയറംസ് ഉണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഈ 4 തിയറംസ് എന്നാണ്. അപ്പോൾ ഇതാണ് ഹൈ പ്രയോറിറ്റി ഏരിയ. അടുത്ത റെസനൻസ് എടുക്കുകയാണെങ്കിൽ AC സർക്യൂട്ട്സിലാണ് അത് ഉണ്ടാവുക. RLC, സീരീസ് പാരലൽ റെസനൻസ്, അതിൻ്റെ ഇൻ്റഗ്രേഷൻ, അതെല്ലാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ സർക്യൂട്ട് തിയറി, നെറ്റ്വർക്ക് അനാലിസിസ് എന്ന ചാപ്റ്റർ എടുക്കുമ്പം ഹൈ പ്രയോറിറ്റി ഏരിയാസ് ആയിട്ട് വരുന്നത് ഈ 3 കോളംസ് ആണ്. ഇനി മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കുമ്പോൾ ഓൺ മൈ റൈറ്റ് ഹാൻഡ് സൈഡ് യു ക്യാൻ സി ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള PYQ സെഷൻസും ഓൾറെഡി ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് റെഫർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഏത് ഏരിയയിൽ നിന്നാണ് എങ്ങനെയാണ് ചോദ്യം വരുന്നതെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ PMMC, മൂവിങ് കോയിൽ, മൂവിങ് അയൺ, ടൈപ്പ് ഓഫ് ടോർക്സ്, ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, ദെൻ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഏരിയയിൽ നിന്നെല്ലാം ചോദ്യം വന്നിട്ടുണ്ട്. 3 ബോർഡിലും, അതായത് സബ് എഞ്ചിനീയർ ആയിക്കോട്ടെ, ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ,
സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, എല്ലാത്തിലും ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി ഇലക്ട്രിക്കൽ മെഷീൻസ് ആൻഡ് പവർ സിസ്റ്റം ഞാൻ പറയേണ്ട കാര്യമില്ല, അതില്ലാത്ത ഒരു ചോദ്യപേപ്പർ പോലും ഇല്ല. 8 മുതൽ 12 ചോദ്യം വരെ വരുന്ന ഏരിയ ആണ് മെഷീൻസ് പവർ സിസ്റ്റം. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓൾറെഡി നിങ്ങൾക്കറിയാം. ജസ്റ്റ് ഒന്ന് സ്ലൈഡ് നോക്കുക, നോക്കി മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഓരോ എക്സാമും മനസ്സിലാക്കി അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി എക്സിസ്റ്റിംഗ് പാറ്റേൺ എന്താണ്, ന്യൂ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാം, അതെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ലേണിംഗ് മെത്തഡോളജിയാണ് ബിഗ് ലേണിങ്ങിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ലൈവ് ക്ലാസ്സസിൽ കൂടിയാണ് സ്റ്റുഡൻസിന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മുടെ സ്ട്രാറ്റജി ആയിക്കോട്ടെ, ക്ലാസ്സസ് ആയിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എല്ലാം സ്റ്റുഡൻസിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് എക്സാം പാറ്റേൺ, ഇനി എക്സാമിൻ ഡിമാൻഡ് എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാം. താങ്ക്